നൈസർ മൂവിയാണ് നമ്മൾ. നല്ല മൂവി, നല്ലൊരു ഹൊറർ മൂവിയുണ്ട്. കുറേ നല്ല ഞാൻ ഹൊറർ കാണാറില്ല, പക്ഷെ കൊള്ളാം, രസമുണ്ട്. അതിലെന്താ കാണാൻ നോക്കാൻ ഫീൽ കിട്ടും. ലൈക്ക് നമ്മളുടെ കൂടെ ഉള്ളവർ മരിച്ചു പോയിട്ട് അവരുടെയൊക്കെ ഒരു ഫീൽ കിട്ടും. അതാണ് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കഥയൊക്കെ സ്റ്റോറി ലൈനൊക്കെ സെറ്റായിട്ടുണ്ട്. കൊള്ളാം, എല്ലാവർക്കും പോയി കാണാം, പേടിക്കാം. പിന്നെ എൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ കുറച്ച് ക്രഞ്ച് പോലെ തോന്നിയിരുന്നു എനിക്ക്. ബാക്കി പുള്ളിക്കറിയാം ഏത് സൗണ്ടിനാണ് നമുക്കൊരു ഹൊറർ ഫീല് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏത് സൗണ്ടിനാണ് നമ്മുടെ ബ്രെയിൻ നെർവ്സ് ആക്റ്റീവ് ആവുന്ന ഹൊറർ മോഡിലിട്ടെത്തുന്നതൊക്കെ പുള്ളിക്കറിയാൻ തോന്നും. പുള്ളി അതിൻ്റെ ബേസിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. കൊള്ളാം. ആ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു തോന്നി, ഈ നമ്മളെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, ദൈവം എന്തായിരുന്നു നമ്മളെ പോലെ മനുഷ്യനായിരുന്നു, പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്തു. അവർ മരിച്ചപ്പോൾ നമ്മളവരെ കൂടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പൂരിക്കുന്നു. അതാണ് ദൈവം. വേൾഡ് ഫുൾ അക്സെപ്റ്റഡ് ആണ്, യൂണിവേഴ്സൽ സാധനമാണ് ദൈവം. ഇത്രയും പേര് ഒന്നിച്ച് പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും പൊട്ടന്മാരല്ല, നമ്മളെല്ലാം ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രേതം സത്യമല്ലേ? ആളുകൾ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ആ എനർജി, അവരുടെ ബ്രെയിൻ സെൽസിൽ നിന്നുള്ള ബ്രെയിൻ സെൽസൊക്കെ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മളെ കൂടെ കാണില്ലേ? അല്ലേ? ഇപ്പോൾ എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് പോകും. ഓക്കെ, സോ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് പറയാൻ വേണമെങ്കിൽ കുറേ സാധനങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽസൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വരുന്ന സാധനമാണ് കോൺഷ്യസ്നെസ് എന്ന് പറയും. പക്ഷേ സ്റ്റിൽ അതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കാൻ പറ്റും. സെൽസ് ഡെത്തല്ലേ? സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ മരിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഇതേപോലെ കാണും. പിന്നെ നിങ്ങൾ ആക്രമിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ ചിന്തിച്ചിട്ട് നിങ്ങളെ ചുറ്റും നോക്കുക.